ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 127 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ഛാട്ട് ഉത്സവം സംസ്കാരം, പ്രകൃതി, സമൂഹം എന്നിവ തമ്മിലുള്ള അഗാധ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് എന്നറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. ഇത്തവണ ഉത്സവകാലത്തുണ്ടായ മറ്റൊരു പ്രധാന മാറ്റം തദ്ദേശീയ വസ്തുക്കൾ വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിച്ചതാണെന്നും GST സമ്പാദ്യോത്സവത്തിൽ ജനങ്ങൾ ഏറെ ആവേശത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാചക എണ്ണയുടെ ഉപഭോഗത്തിൽ 10% കുറവ് വരുത്തണമെന്ന തന്റെ അഭ്യർത്ഥനയോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള നിരവധി പ്രചോദനാത്മക സംഭവങ്ങളും പ്രധാനമന്ത്രി ഇത്തവണ മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ പ്രവർത്തിക്കുന്ന ഗാർബേജ് കഫേകൾ, ബംഗളൂരുവിൽ തടാകങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടത്തുന്ന ക്യാമ്പയിൻ, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിന് ഗുജറാത്ത് വനം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. മൻ കി ബാത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉപ്പുരസമുള്ള സമുദ്രത്തിലും ചതുപ്പുനിലങ്ങളിലും വളരുന്ന കണ്ടൽക്കാടുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണെന്നും സുനാമി അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ പോലുള്ള ദുരന്തങ്ങൾ പ്രതിരോധിക്കാൻ സഹായകമാണെന്നും അദ്ദേഹം അറിയിച്ചു. എഴുത്തുകാരനും വനം വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റുമായ ശ്രീ JR അനി. സംസ്ഥാനത്ത് പ്രധാനമായും അഴിമുഖങ്ങൾ, തടാകങ്ങൾ, കായലുകൾ, അരുവികൾ എന്നിവയുമായി ചേർന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട് എന്നിവ ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും കണ്ടൽക്കാടുകൾ വളരുന്നുണ്ട്. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ കണ്ടൽക്കാടുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തീരദേശ സമൂഹങ്ങളുടെ ജീവിതത്തിൽ കണ്ടൽക്കാടുകൾ ഒരു സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ദേശാടന പക്ഷികൾക്ക് അവ സുരക്ഷിതമായ സങ്കേതമൊരുക്കുന്നു. നിരവധി മത്സ്യങ്ങളുടെയും കുഞ്ചുകളുടെയും പ്രജനന കേന്ദ്രമായും പ്രകൃതിദത്ത ഫിൽറ്ററുകളായും അവ പ്രവർത്തിക്കുന്നു. തന്നെയുമല്ല, മലിനീകരണം നിയന്ത്രിക്കുവാനും മണ്ണൊലിപ്പ് തടയുവാനും ഒക്കെ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗുജറാത്ത് വനം വകുപ്പ് ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. 5 വർഷം മുൻപ് അഹമ്മദാബാദിനടുത്തുള്ള ധൊലേരയിൽ കണ്ടൽ ചെടികൾ നടുന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ഇന്ന് ധൊലേര തീരത്ത് 3500 ഹെക്ടറിൽ കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നു. ഈ കണ്ടൽക്കാടുകളുടെ പ്രഭാവം പ്രദേശത്തുടനീളം ദൃശ്യമാണ്. അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ ഡോൾഫിനുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഞണ്ടുകളും മറ്റു ജലജീവികളും മുമ്പത്തെക്കാളും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ദേശാടന പക്ഷികളും ഇപ്പോൾ വൻതോതിൽ എത്തിച്ചേരുന്നു. പരിസ്ഥിതിയിൽ നല്ല സ്വാധീനം ചെലുത്തുക മാത്രമല്ല, ധൊലേരയിലെ മത്സ്യകർഷകർക്കും ഇത് ഗുണം ചെയ്യുന്നു. രാജ്യത്തെ തദ്ദേശ ഇനം നായകളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നതിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. BSFും CRPFും സ്ക്വാഡുകളിൽ തദ്ദേശീയ ഇനം നായകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെയും നവീകരണത്തിന്റെയും സഹായത്തോടെയാണ് നായകൾക്ക് മികച്ച പരിശീലനം നൽകുന്നത്. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ പെട്രോളിയം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിലും പരിശീലനം ലഭിച്ച നായകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആധുനിക കാലത്ത് രാജ്യത്തെ ഏറ്റവും മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ സർദാർ പട്ടേൽ നൽകിയ സംഭാവനകൾക്ക് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികം ഈ മാസം 31-ന് രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. सरदार पटेल आधुनिक काल में राष्ट्र की सबसे महान विभूतियों में से एक रहे हैं। उनके विराट व्यक्तित्व में अनेक गुण एक साथ समाहित थे। सरदार पटेल ने भारत के ब्यूरोक्रेटिक फ्रेमवर्क की एक मजबूत नींव भी रखी। देश की एकता और अखंडता के लिए उन्होंने अद्वितीय प्रयास किए। കൊറാപുട്ട് കാപ്പിയുടെ സ്വാദിനെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ പ്രചാരം വർദ്ധിച്ചു വരുന്നതായി അറിയിച്ചു. തമിഴ്നാട്ടിലെ പുലാനി, ഷെവ്റോയ്, നീലഗിരി, അണ്ണാമലൈ മേഖലകളായാലും കർണാടക, തമിഴ്നാട് അതിർത്തിയിലുള്ള ബിലിഗിരി മേഖലയായാലും കേരളത്തിലെ വയനാട്, തിരുവിതാംകൂർ, മലബാർ പ്രദേശങ്ങളായാലും ഇന്ത്യൻ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. दुनिया भर में भारत की कॉफी बहुत लोकप्रिय हो रही है।
चाहे कर्नाटका में चिकमंगलूर, कुर्ग, तमिलनाडु में पुलनी, शेवरॉय, नीलगिरी या फिर केरला में वायनाड, त्रावणकोर और मालाबार के इलाके, भारत की कॉफी की डाइवर्सिटी देखते ही बनती है। तभी तो कॉफी को पसंद करने वाले कहते हैं, इंडियाज कॉफी इज कॉफी एट इट्स फाइनेस्ट, इट इज ब्रूड इन इंडिया and loved by the world. കേൾക്കുമ്പോൾ ഹൃദയങ്ങളിൽ വികാരങ്ങളുടെ ഒരു തിരമാല ഉണർത്തുന്ന ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി വന്ദേമാതരം എന്ന ഒറ്റവാക്കിൽ വളരെയധികം ഉണർവും ഊർജവും അടങ്ങിയിരിക്കുന്നതായി അറിയിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ വരികളിൽ വിവരിക്കുന്ന ഓജസ്സും തേജസ്സുമുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. വന്ദേമാതരം എന്ന മന്ത്രം ഭാരതാംബയുടെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുകയും 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ഐക്യത്തിന്റെ ഊർജം പകരുകയും ചെയ്യുന്നതായി അദ്ദേഹം അറിയിച്ചു. वंदे मातरम, इस एक शब्द में कितने ही भाव है, कितनी ऊर्जाएं हैं। सहज भाव में ये हमें माँ भारती के वात्सल्य का अनुभव कराता है। अगर कठिनाई का समय होता है तो वंदे मातरम का उद्घोष 140 करोड़ भारतीयों को एकता की ऊर्जा से भर देता है. വന്ദേമാതരം 19ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെങ്കിലും അതിന്റെ ആത്മാവ് ഭാരതത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അനശ്വര ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. നവംബർ 7-ന് വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളിൽ കടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. #വന്ദേമാതരം 150 എന്നതിനോടൊപ്പം നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാതന അറിവ്, ആത്മീയത, തത്വചിന്ത എന്നിവയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു കാലത്ത് സംസ്കൃതം ഒരു സംസാര ഭാഷയുമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ പഠനങ്ങളും ഗവേഷണങ്ങളും സംസ്കൃതത്തിലായിരുന്നു. അടിമത്ത കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും സംസ്കൃതം നിരന്തരമായ അവഗണന നേരിട്ടതായും ഇത് യുവതലമുറയ്ക്ക് സംസ്കൃതത്തോടുള്ള താൽപര്യം കുറയാൻ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സംസ്കൃത കോളേജ് വ്യാകരണ വിഭാഗം മേധാവി ഡോക്ടർ പ്രദീപ് വർമ്മ PK. സംസ്കൃതം ഒരു കാലത്ത് ഭാരതത്തിലെ വ്യവഹാര ഭാഷയായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ സംസ്കൃത ഭാഷയുടെ പ്രഭാവം മങ്ങുകയും സാമാന്യ ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും സംസ്കൃതത്തിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നത് വളരെ ആശാവഹമാണ്. അതിനു വേണ്ടിയിട്ട് സംസ്കൃത ഭാരതി, വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം, സാൻസ്ക്രിറ്റ് പ്രൊമോഷൻ ഫൗണ്ടേഷൻ തുടങ്ങിയ അനേകമനേകം സംഘടനകൾ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കൃത സംഭാഷണ ശിബിരം പോലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ സംസ്കൃതത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ സംസ്കൃതത്തിൻ്റെ ഒരു അഭിമാനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തപാൽ വഴി സംസ്കൃതം എന്ന പ്രവർത്തനത്തിലൂടെ അനേകായിരം ആളുകൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാലം മാറുന്നതിനനുസരിച്ച് സംസ്കൃത ഭാഷയ്ക്ക് മാറ്റം വന്നതായും സംസ്കാരത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും ലോകം സംസ്കൃതത്തിന് ഒരു പുതുജീവൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിരവധി യുവാക്കൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ട രസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭാഷ ഏതൊരു നാഗരികതയുടെയും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും വഹിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കൃതം ഈ കടമ നിറവേറ്റിയിട്ടുണ്ട്. ചില യുവാക്കൾ ഇപ്പോൾ സംസ്കൃതത്തോടുള്ള കടമ നിറവേറ്റുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈദരാബാദിലെ ക്രൂരനും നിർദ്ദയനുമായ നൈസാമിന്റെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച കൊമരം ഭീമിനെക്കുറിച്ചും പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചു. ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനമായ നവംബർ 15-ന് ഗോത്ര അഭിമാന ദിനം ആഘോഷിക്കുന്നുണ്ടെന്നും ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള മഹാന്മാരെക്കുറിച്ച് വായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 127ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.